നമസ്കാരം. പ്രവാസികളുടെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ കൺസർവേറ്റീവ് പാർട്ടി നേതൃത്വത്തിലുള്ള CDUവും സോഷ്യലിസ്റ്റ് പാർട്ടിയായ SPD സഖ്യവും കരാറിൽ ഒപ്പുവെച്ചതോടെ മെയ് 6 ഫ്രീഡ്രിഷ് മെർസ് ചാൻസലറായുള്ള പുതിയ സർക്കാർ അധികാരമേൽക്കും. നാളെ ചൊവ്വാഴ്ചയാണ് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. 69-കാരനായ മെർസ് ചൊവ്വാഴ്ച യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുടെ പുതിയ ചാൻസലറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ തലസ്ഥാനമായ ബെർലിനിലെ അരവർഷത്തെ രാഷ്ട്രീയ സംഭരണത്തിന് അറുതി വരികയാണ്. 9ാമത്തെ ചാൻസലറായിട്ടാണ് മെർസിന്റെ അധികാര കൈമാറ്റം. 21ാം പാർലമെന്റ് സമ്മേളിച്ചാണ് പുതിയ ചാൻസലറെ തെരഞ്ഞെടുക്കുന്നത്. ജർമ്മനിയുടെ ഉത്തരവാദിത്തം എന്ന തലക്കെട്ടിലുള്ള 144 പേജുള്ള സഖ്യകരാർ രാജ്യത്തെ 2 പരമ്പരാഗത വലിയ പാർട്ടികളുടെ സഖ്യത്തിന് അടുത്ത 4 വർഷത്തേക്കുള്ള ഒരു നയ രൂപരേഖയും തയ്യാറാക്കി കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രാൻസ് അറ്റ്ലാന്റിക് സുരക്ഷയുടെയും വ്യാപാര ബന്ധങ്ങളുടെയും ഭാവിയിൽ സംശയം പ്രകടിപ്പിച്ച സമയത്താണ് മെർസിന്റെ CDU-CSU സഖ്യവും അവരുടെ ഭാവി ജൂനിയർ പങ്കാളിയുമായ സോഷ്യൽ ഡെമോക്രാറ്റുകളുമായി സഖ്യത്തിൽ ഏർപ്പെട്ട് സർക്കാർ രൂപീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗബാധിതമായ സമ്പദ് വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കാനും സൈന്യം പുനർനിർമ്മിക്കാനും പാർട്ടികൾ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. ഫെബ്രുവരിയിലെ സ്നാപ്പ് പൊതു തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ കുടിയേറ്റ വിരുദ്ധ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അതായത് AfD പാർട്ടിയുടെ ഉയർച്ച തടയാനും മെർസും സഖ്യവും പ്രതിജ്ഞയെടുത്തിരിക്കും. ജർമ്മനിയുടെ അടുത്ത ചാൻസലർ ഫ്രെഡറിക് മെർസ് നേരിടുന്നത് വലിയ വെല്ലുവിളികളാണ്. എന്നാൽ സ്ഥാനമൊഴിഞ്ഞ ചാൻസലർ ഷോൾസ് പുതിയ മന്ത്രിസഭയുടെ ഭാഗം ആകില്ല, പക്ഷേ ഒരു പാർലമെന്റ് മെമ്പറായി തുടരും. മധ്യ ഇടതുപക്ഷ SPD പാർട്ടിയിലെ മന്ത്രിമാർക്കുള്ള തെരഞ്ഞെടുപ്പുകളും പ്രഖ്യാപിച്ചു. മത്യാസ് മിയേഴ്സ് പാർട്ടിയുടെ പാർലമെന്ററി ഗ്രൂപ്പിന്റെ തലവനായിരിക്കും. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ചീഫ് ലാർസ് ക്ലിംഗ്ബൈൽ ഉപചാൻസലറും ധനകാര്യമന്ത്രിയുമാവും. SPD-യിലെ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയോസ് തലസ്ഥാനം തുടരും. മുൻ ബുണ്ടസ്ടാഗ് പ്രസിഡന്റ് ബാർബൽ ബേസ് തൊഴിൽ മന്ത്രിയാവും. റൈൻലാൻഡ് ഫാൽസിലെ വിദ്യാഭ്യാസ മന്ത്രി സ്റ്റെഫാനി ഹൂബിക് നീതി മന്ത്രിയാവും. മുൻ SPD പാർലമെന്ററി ഗ്രൂപ്പ് നേതാവ് വെറീന ഹൂബർട്സ് ഭവന മന്ത്രിയാകും. വംശീയ വിരുദ്ധ ഓഫീസർ റീം അലബാബി റഡോവൻ വികസന മന്ത്രിയാവും. കിഴക്കൻ യൂറോപ്പിന്റെ മുൻ പ്രതിനിധി കാർസ്റ്റൻ ഷ്നൈഡർ ആയിരിക്കും പുതിയ പരിസ്ഥിതി മന്ത്രി. തീവ്രവാദി എന്ന മുദ്ര കുത്തപ്പെട്ടതിന് തീവ്ര വലതുപക്ഷ AfD പാർട്ടി ജർമ്മനിയുടെ ആഭ്യന്തര ചാര ഏജൻസിക്കെതിരെ കേസ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സഖ്യം അധികാരത്തിൽ വരുന്നത്. CDU-CSU മന്ത്രിമാരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. എന്തായാലും പുതിയ സർക്കാർ വരുന്നതോടെ ജർമ്മനിക്കും അതുപോലെ തന്നെ യൂറോപ്പിനും ഉണർവുണ്ടാകുമെന്നാണ് വലിയ പ്രതീക്ഷ. എല്ലാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ജർമ്മനിയുടെ പുതിയ CSU ആഭ്യന്തരമന്ത്രി ചുമതല ഏൽക്കുന്നതിന് മുമ്പേ തന്നെ പണി തുടങ്ങി. അഭയാർത്ഥി വിമാനം നിർത്തിവെച്ചതായി നാളെ ചുമതലയേൽക്കുന്ന ജർമ്മൻ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിൻഡ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരവിട്ടു. തന്റെ കാലാവധിയുടെ തുടക്കത്തിൽ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവ ഉൾപ്പെടെ കുടിയേറ്റക്കാരെ വഹിച്ച എല്ലാ വിമാനങ്ങളും നിർത്തുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ മറുവശത്ത് പാകിസ്ഥാനിൽ താലിബാനിൽ നിന്ന് പലായനം ചെയ്യുന്ന മുൻ പ്രാദേശിക തൊഴിലാളികൾ ഉൾപ്പെടെ 2000-ലധികം അഫ്ഗാനികൾ ഇപ്പോഴും ജർമ്മനിയിലേക്കുള്ള വിമാനത്തിനായി കാത്തിരിക്കുകയാണ്. അതേസമയം ചൊവ്വാഴ്ച സുഡാനിൽ നിന്ന് 190-ലധികം പേരെ ചാർട്ടർ വിമാനത്തിൽ കെനിയ വഴി ജർമ്മനിയിലേക്ക് കൊണ്ടുവന്നത് ഹാനോവറിലാണ് ഇറക്കേണ്ടിയിരുന്നത്. എന്നാൽ ഒരു പ്രതിസന്ധി മേഖലയിൽ നിന്നുള്ള വിമാനം തിങ്കളാഴ്ച രാവിലെ ഫെഡറൽ ആഭ്യന്തര മന്ത്രാലയം അതുപോലെ തന്നെ ഫെഡറൽ ഓഫീസ് ഫോർ മൈഗ്രേഷൻ റെഫ്യൂജീസും സംയുക്തമായി റദ്ദാക്കിയത് ജർമ്മനിയുടെ നല്ല കാലമെന്ന് ചിലപ്പോൾ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. സുഡാനിലെ മനുഷ്യാവകാശ സ്ഥിതി അതീവ ഗുരുതരമാണ്. എന്നാൽ ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലുമാണ്. എന്നാൽ ജർമ്മനിയിലെ സ്ഥിതി അതിലും പരിതാപകരമാണെന്നാണ് മന്ത്രി പറയാതെ പറഞ്ഞത്. അത് മാത്രമല്ല, ദുർബലരായ അഭയാർത്ഥികൾ ജർമ്മനിയിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് സുഡാൻ, സൊമാലിയ ഇവിടെ നിന്നുള്ളവർ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ ജർമ്മനിയുടെ സഹായങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ജർമ്മനിയെ കുട്ടിച്ചോറാക്കുന്ന നടപടിയാണ്, അല്ലെങ്കിൽ അക്രമങ്ങളും അതുപോലെ തന്നെ അക്രമവാസനകളുമാണ് ഇവിടെ കൂടുതലായി പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മൻകാർ ഇപ്പോൾ എല്ലാവരും തന്നെ അല്പം മുന്നറിയിപ്പോടെയാണ് പുറത്തു പോലും ഇറങ്ങുന്നത്. ജർമ്മനി കുറച്ചു കാലം മുമ്പ് തന്നെ അഭയാർത്ഥികളെ സ്വീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഈ നടപടിക്രമത്തിൽ ഇപ്പോൾ അഭയാർത്ഥി ഏജൻസികളെ ഒക്കെ തന്നെ മാറ്റി മറിക്കുന്ന ഒരു സ്വഭാവമാണ് ജർമ്മനിയിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു അഭയാർത്ഥികളെയും ഏത് രാജ്യത്തു നിന്നായാലും താൽക്കാലികമായി ജർമ്മനിയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നാണ് പുതിയ സർക്കാരിന്റെ പ്രഖ്യാപിത നയം. അത് മാത്രമല്ല,
കഴിഞ്ഞ ബുധനാഴ്ച 138 അഫ്ഗാൻ അഭയാർത്ഥികൾ ലൈപ്സിഷിൽ എത്തിയിരുന്നു. ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം ജർമ്മനിയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ കോൺഫറൻസിന് ലണ്ടനിലെ സ്റ്റോക്ക്-ഓൺ-ട്രെന്റിൽ തുടക്കമായി. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ കോൺഫറൻസ് ലണ്ടനിലെ സ്റ്റോക്ക്-ഓൺ-ട്രെന്റ് കൗണ്ടിയിലെ സ്റ്റാഫോഷെയറിലെ ക്രൗൺ ഹോട്ടലിലാണ് വർണ്ണാഭമായ തുടക്കം കുറിച്ചത്. മെയ് 2 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് രജിസ്ട്രേഷനോടുകൂടിയാണ് ആരംഭിച്ചത്. 3 ദിന കോൺഫറൻസിന്റെ ഉദ്ഘാടന സമ്മേളനം വൈകിട്ട് 8 മണിക്ക് WMC യൂറോപ്പ് റീജിയൻ ചെയർമാൻ ജോളി തടത്തിൽ, WMC യൂറോപ്പ് റീജിയൻ പ്രസിഡന്റ് ജോളിയം പടയാട്ടിൽ, റീജിയൻ സെക്രട്ടറി ബാബു തോട്ടപ്പള്ളി, റീജിയൻ ട്രഷറർ ഷൈബു ജോസഫ്, ഗ്ലോബൽ ഭാരവാഹികളായ തോമസ് അറമ്പൻകുടി, ഗ്രിഗറി മേടയിൽ, മേഴ്സി തടത്തിൽ, രാജു കുന്നക്കാട്ട്, ഡോക്ടർ ജിമ്മി മോയലൻ, ജർമ്മൻ പ്രൊവിൻസ് പ്രസിഡന്റ് ജോസ് കുമ്പിൾവേലിൽ, UK പ്രൊവിൻസ് പ്രസിഡന്റ് സെബിൻ പാലാട്ടി, UK പ്രൊവിൻസ് ചെയർമാൻ സെബാസ്റ്റ്യൻ ജോസഫ്, ജർമ്മൻ പ്രൊവിൻസ് സെക്രട്ടറി ചിന്നു പടയാട്ടിൽ, യൂറോപ്പ് റീജിയൻ അസോസിയേറ്റ് സെക്രട്ടറി സാം ഡേവിഡ് മാത്യു എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജോളി തടത്തിൽ അധ്യക്ഷത വഹിച്ചു. ജോളിയം പടയാട്ടിൽ സ്വാഗതം ആശംസിച്ചു. വിവിധ പ്രൊവിൻസ് ഭാരവാഹികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. സാം ഡേവിഡ് പരിപാടികളുടെ അവതാരകനായിരുന്നു. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ അംഗമെടുത്തതിന് 37-കാരിയായ ജർമ്മൻ വനിതയെ സിറിയയിൽ അറസ്റ്റ് ചെയ്ത് ജർമ്മനിയിലേക്ക് കൊണ്ടുവന്നു. 4 കുട്ടികളുടെ അമ്മ ഇപ്പോൾ ബവേറിയയിലെ ജയിലിലാണ്. മ്യൂണിക് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് പറയുന്നതനുസരിച്ച് പരിചരണത്തിന്റെയും വളർത്തലിന്റെയും കടമ ലംഘിച്ചതിന് ഈ വനിതയ്ക്കെതിരെ അന്വേഷണം നടക്കുകയാണ്. ജർമ്മൻ വ്യോമസേനയുടെ ഒരു എയർലൈൻസ് ട്രാൻസ്പോർട്ട് വിമാനത്തിലാണ് ജർമ്മനിയിൽ എത്തിച്ചത്. റഷ്യൻ ഭരണാധികാരി വ്ളാഡിമിർ പുടിന് പെട്ടെന്ന് ട്രംപിനെ കാണാൻ മോഹം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് തിങ്കളാഴ്ച മോസ്കോയിൽ ഒരു അപ്രതീക്ഷിത പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ഇത് അത്യാവശ്യമാണെന്നാണ് അറിയിപ്പ്. പുടിനും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വിപുലമായ തയ്യാറെടുപ്പ് ആവശ്യമാണെന്നും ഊന്നിപ്പറഞ്ഞു. ഇതിന് വിവിധ തലങ്ങളിലുള്ള ശ്രമങ്ങൾ വേണ്ടിവരും. മോസ്കോയ്ക്കും വാഷിംഗ്ടണിനും ഇടയിലുള്ള ബന്ധങ്ങളുടെ തുടർച്ച ആണ് ഇതെന്നും മുൻ വ്യവസ്ഥയൊന്നുമില്ലെന്നും ഇവരുടെയൊക്കെ കൂട്ടിച്ചേർക്കൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ TV കൂടി ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.